കൂലി സിനിമയുടെ മൂന്നാമത്തെ ഗാനം നിലവിൽ പുറത്തിറങ്ങാൻ പോവുകയാണ്. വൈകുന്നേരം 9 മണിക്കായിരിക്കും ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തിറങ്ങേണ്ടത്. ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. എന്തായാലും സോങ് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തന്നെയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്പോട്ടിഫൈ അതുപോലെ തന്നെ മ്യൂസിക് ആപ്സിലൊക്കെ ആയിട്ട്. ഇൻസ്റ്റാഗ്രാമിലും കാണാൻ സാധിക്കും നമുക്ക് ചിത്രത്തിന്റെ ഓഡിയോ ഉപയോഗിക്കാനായിട്ട്. പവർ ഹൗസിന്റെ 3 മിനിറ്റിനടുത്ത് വരുന്ന ഒരു സോങ് കൂടിയാണ്. സോങ് നോക്കുകയാണെങ്കിൽ അടിപൊളി ലിറിക്സ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജയിലർ എന്ന് പറഞ്ഞ സിനിമയുടെ ഹുക്കുമിന്റെ അടുത്തൊന്നും വരത്തില്ല ഈ ഒരു സോങ് പവർ ഹൗസ്. കാരണം കൂലിയിലെ ഈ ഒരു പവർ ഹൗസ് സോങ് നോക്കുക ലിറിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലതൊക്കെ ഓക്കെയാണ്. കൂടുതലും ഒരു റിമിക്സ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു സോങ്ങിന്റെ ബീജിയം തന്നെയായിരുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. ഇതിനായിട്ടൊരു ലിറിക്കൽ വീഡിയോ ഗാനം സത്യം പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമുണ്ട്. കാരണം ബീജിയം പുള്ളി അതിഗംഭീരമായിട്ടാണ് അടുത്തതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ലിറിക്സ് നോക്കുകയാണെങ്കിൽ അത്ര വലിയ രീതിയിൽ പറ്റിയിട്ടില്ല എനിക്ക്. കാരണം പല റിമിക്സ് ആണ് കാണാൻ പറ്റിയത്. പിന്നെ ബ്രേക്കിംഗ് ബാഡിലെ സെയിം ഐ നെയിം അങ്ങനെ കുറെ സാധനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ബ്രേക്കിംഗ് ബാഡ് ഫാൻസുകാർക്ക് കുറച്ച് ഒരു ഹരം കൊടുക്കാനായിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ രജനികാന്തിന്റെ കുറച്ച് ഡയലോഗും പിന്നെ അതിന്റെ കൂടെ തന്നെ ആയിട്ട് കുറച്ച് റിമിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സാധനം പോലെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എഡിറ്റഡ് ആയ ഒരു റിമിക്സ് വീഡിയോ അതാണ് ഈ പവർ ഹൗസിന്റെ ഫുൾ ഗാനം നോക്കുകയാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും ആ ഒരു വൈബ് പുള്ളി തരുന്നുണ്ട് ഈ ഒരു സോങ്ങിന്. സംഭവം നമ്മുടെ ഇൻഡസ്ട്രിയൽ ബേബി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സോങ്ങിന്റെ ഒരു കോപ്പിയടി ആണെങ്കിലും ട്രാക്ക് അടിപൊളിയായിട്ടാണ് ഇന്ത്യയിൽ നമ്മുടെ അനിരുദ്ധണ്ണൻ പണിയിരിക്കുന്ന ആ ഒരു ട്രാക്ക് സാമ്പിൾ എടുത്തതാണെങ്കിൽ പോലും സൂപ്പറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യം കേൾക്കുന്നതോറും നമുക്ക് അഡിക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൂലി പവർ ഹൗസ്. കാരണം ആ ഒരു ബീജിയം തന്നെയാണ് ഏറ്റവും കൂടുതലധികം ഇതിൽ അട്രാക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കൂലി പവർ ഹൗസ് എന്ന് പറഞ്ഞ ഈ ലിറിക്കൽ വീഡിയോ ഗാനത്തിൽ അല്ലെങ്കിൽ ഒരു സോങ്ങിലെ 3 മിനിറ്റ് എടുത്ത് വരുന്നത്. എന്തായാലും അനിരുദ്ധ ഒരു സംഭവം തന്നെയാണ് സത്യം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സോങ്സ് നമുക്ക് എങ്ങനെ അഡിക്റ്റ് ആക്കുന്നു എന്ന് പുള്ളി നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പുള്ളിക്ക് ഉറക്കം പോലും ഉണ്ടാവില്ല പുള്ളി ഹാർഡ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഓരോ പ്രൊജക്റ്റും. എന്തായാലും ചിത്രത്തിന് ലിറിക്കൽ വീഡിയോ ഗാനം ഇപ്പോഴും സൺ പിക്ചേഴ്സ് വൈകുന്നേരം 9 മണി എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും അവർ പുറത്തു വിട്ടിട്ടില്ല. 9:30 ആവാനായി. എന്തായാലും പുറത്തു വിടുമെന്ന് പ്രതീക്ഷിക്കുന്ന രാത്രി ആകുമ്പോഴേക്കും. എന്തായാലും ലൈവ് ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദിലെ ചിത്രത്തിന്റെ മൂന്നാമത്തെ സിംഗിളിന്റെ ഓഡിയോ ലോഞ്ച്. എന്തായാലും ചിത്രത്തിന്റെ കഥയെ കുറിച്ചും ചെറിയൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ടൈം ട്രാവൽ കോൺസെപ്റ്റ് ആണെന്നാണ് കേൾക്കാൻ സാധിക്കും ചിത്രത്തിന്റെ കഥ നോക്കുകയാണെങ്കിൽ. അങ്ങനെയൊക്കെ ആണെങ്കിൽ വൻ കോമഡിയായി മാറും. കാരണം വലിയ എക്സ്പെക്ടേഷൻസ് ആണ്. തമിഴ്നാട്ടിൽ ഒരു 1000 കോടിയാണ് എക്സ്പെക്ട് ചെയ്യുന്ന കൂലി സിനിമയിലൂടെ. അതൊരു ടൈം ട്രാവൽ കോൺസെപ്റ്റ് ആണെങ്കിൽ നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. ലോകേഷിന്റെ പറഞ്ഞിട്ട് 2 വർഷം പുള്ളി ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവരുന്നത്. അതും വീണ്ടും എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഇനി ടൈം ട്രാവൽ കോൺസെപ്റ്റ് തന്നെയാണോ അതോ മറ്റു വല്ല കഥയാണോ എന്ന്. എന്തായാലും ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് തന്നെ ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സിനിമയുടെ കഥ നോക്കുമ്പോൾ. എന്തായാലും ഓഗസ്റ്റ് 2 ട്രെയിലർ വരുന്നതായിരിക്കും. ട്രെയിലറിൽ കംപ്ലീറ്റ് ഒരു റിവ്യൂ കിട്ടുന്നതായിരിക്കും. പടം എന്താണ് നമ്മൾ കാണാൻ പോകുന്ന തിയേറ്ററുകളിൽ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ ട്രെയിലറിനായിട്ട് ഓഗസ്റ്റ് 2 എത്ര പേർക്കാണ് പവർ ഹൗസ് എന്ന് പറഞ്ഞ സോങ് ഇഷ്ടപ്പെട്ടത്? എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പവർ ഐറ്റം തന്നെയാണ് നമ്മുടെ ലോകേഷ് അല്ലെങ്കിൽ നമ്മുടെ അനിരുദ്ധ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു സോങ്ങിന്റെ പ്രൊമോന്റെ ഇടയിൽ നമ്മുടെ ലോക്കി ബ്രോ ട്രാക്ക് റെഡിയാന്ന് ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ DP നോക്കുകയാണെങ്കിൽ നമ്മുടെ തലപതി അണ്ണൻ തന്നെയാണ്. എന്തായാലും ലിയോ 2 വരത്തില്ലെങ്കിലും അണ്ണൻ നമ്മുടെ തലപതിയായിട്ടൊരു പടം കൂടിയും ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഒരു കിടിലൻ ഫാൻ ബോയ് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പോസ്റ്ററിലൂടെ അല്ലെങ്കിൽ ഈ ഒരു DPയിലൂടെ. എന്തായാലും കാത്തിരിക്കും നമുക്ക് ലോകേഷ് അണ്ണന്റെയും അതുപോലെ തന്നെ രജനികാന്തിന്റെയും കൂലി എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് ഓഗസ്റ്റ് 14. എത്ര പേർക്കാണ് പവർ ഹൗസ് ഇഷ്ടപ്പെട്ടത് കൺബോക്സ് ചെയ്യപ്പെടുത്തുക.